നമസ്കാരം. നിങ്ങൾക്കെല്ലാവർക്കും പാർട്ട് ടൈം ട്രേഡറിൻ്റെ ഒരു പുതിയ ഇൻഫർമേറ്റീവ് വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ നമ്മൾ മാർക്കറ്റിൽ ഒരുപാട് മെത്തേഡ്സിൻ്റെ പുറകെ പോയി ഒരുപാട് ലോസും കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നവരായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമുക്ക് വളരെ സിമ്പിളായിട്ട് കോമൺ ആയിട്ട് വളരെ സിമ്പിൾ മെത്തേഡിലൂടെ നമുക്ക് മോശമില്ലാത്ത റിട്ടേൺ നമുക്ക് അച്ചീവ് ചെയ്തെടുക്കാൻ സാധിക്കുന്നതായിരിക്കും. എന്താണ് ആ സിമ്പിൾ മെത്തേഡ് എന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാം. ഏതാനും സ്റ്റോക്സുകൾ ഞാനിവിടെ കാണിച്ചു തരുന്നുണ്ട്. ഒരിക്കലും ബൈയിങ് റെക്കമെൻഡേഷൻ അല്ല. അപ്പോൾ നമുക്കിത് ലോങ് ടൈമിലേക്കാണെങ്കിലും അല്ലെങ്കിൽ ഒരു ഷോർട്ട് പീരീഡിലേക്കാണ്. ഷോർട്ട് പീരീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 6 മാസം അല്ലെങ്കിൽ 1 വർഷം, 1.5 വർഷം, 2 വർഷത്തേക്കാണെങ്കിലും നമുക്ക് ഹോൾഡ് ചെയ്ത് മോശമില്ലാത്ത റിട്ടേണും എടുക്കാം. അതിനൊപ്പം തന്നെ നമുക്ക് ഡിവിഡൻറ്റും കിട്ടുന്നതായിരിക്കും. നമ്മുടെ ഒന്നാമത്തെ സ്റ്റോക്കാണ് ഇൻഫോസിസ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്ക് IT സെക്ടറിലെ ഒരു സ്റ്റോക്കാണ്. അതുപോലെ തന്നെ നിഫ്റ്റി 50 ഒരു സ്റ്റോക്കാണ്. വീക്കിലി ചാർട്ടാണ് ഞാനിവിടെ ഓപ്പൺ ആക്കിയിരിക്കുന്നത്. നമ്മൾ ഈ ഒരു ചാർട്ടിൽ ഇവിടെ ഞാനൊരു സപ്പോർട്ട് വരച്ചിട്ടുണ്ട്. ആ ഒരു സോൺ എന്ന് പറയുന്നത് മൾട്ടിപ്പിൾ ടൈം നമുക്ക് സപ്പോർട്ട് എടുത്ത സോണാണ്. ഇപ്പോഴും ആ ഒരു സോണിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സോണിൽ നമ്മൾ എൻട്രി എടുക്കുകയാണെങ്കിൽ നമുക്ക് രണ്ട് രീതിയിൽ ചിന്തിക്കാം. ലോങ് ടൈമിലേക്കാണെങ്കിൽ ഇത് വേണമെങ്കിൽ നമുക്ക് ഹോൾഡ് ചെയ്യാം, അല്ലെങ്കിൽ ഷോർട്ട് ടൈമിലേക്ക് എൻട്രി എടുക്കാം. അപ്പോൾ നമ്മൾ ലോങ് ടൈമിലേക്കാണ് എൻട്രി എടുക്കുന്നത്, ഒരു പക്ഷേ ഇങ്ങനെയുള്ള പോയിന്റിൽ എൻട്രി എടുത്തതിന് ശേഷം ഇത് മുകളിലേക്കാണ് പോകുന്നത്, പൊക്കോട്ടെ നമുക്ക് നല്ലൊരു പോസിറ്റീവായിട്ടുള്ള റിട്ടേൺ കിട്ടും, നല്ലൊരു കാര്യമാണ്. ഒപ്പം പാസീവായിട്ട് ഡിവിഡൻറ്റും കിട്ടും. അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു പോയിന്റിൽ നമുക്ക് ഒന്നെങ്കിൽ എൻട്രി എടുത്തതിന് ശേഷം ഈ ഒരു ഓൾ ടൈം ഹൈയിലേക്ക് വരുമ്പോഴാണെങ്കിൽ നമ്മൾ എക്സിറ്റ് ആയി വീണ്ടും പുതിയ മാർക്കറ്റിൽ ഓപ്പർച്യൂണിറ്റീസ് കണ്ടെത്താം. അപ്പോൾ അങ്ങനെ വരികയാണെങ്കിൽ ഇങ്ങനെ ഒരു റീജിയനിൽ നിന്ന് നമുക്ക് ഓൾ ടൈം ഹൈയിലേക്ക് 1 വർഷം അല്ലെങ്കിൽ 2 വർഷം കൊണ്ടാണെങ്കിലും എത്തുവാണെങ്കിൽ നമുക്ക് ഏകദേശം 40-43% കിട്ടും. അപ്പോൾ അത്രയും വളരെ മനോഹരമായിട്ടുള്ള റിട്ടേൺ ബ്ലൂ ചിപ്പ് കമ്പനി, ഇത്രയും വലിയൊരു കമ്പനി നമുക്ക് കിട്ടാൻ പൊട്ടൻഷ്യൽ ഉണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഇങ്ങനെ ഒരു റീജിയനിൽ എൻട്രി എടുത്തിട്ട് മൂന്നാമതൊരു ഓപ്ഷനും കൂടി ഉണ്ട്. കുറച്ചും കൂടെ അഡ്വാൻസ് ആയിട്ടുള്ള ഒരു ഓപ്ഷനാണ്. നമുക്ക് ഇങ്ങനെ ഒരു റീജിയനിൽ എൻട്രി എടുത്തതിന് ശേഷം ഈ ഒരു ഓൾ ടൈം ഹൈയിലേക്ക് എത്തുവാണെങ്കിൽ നമുക്ക് പകുതി ക്വാണ്ടിറ്റി പ്രോഫിറ്റ് ബുക്ക് ചെയ്യാം. അതിനുശേഷം ഇത് മുകളിലേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് ലോങ് ടൈമിലേക്ക് ഹോൾഡ് ചെയ്യാം. അപ്പോൾ അതും ഒരു നല്ല മെത്തേഡാണ്. ഓക്കെ, ഇനി ഇങ്ങനെ ഒരു റീജിയനിൽ നമ്മൾ എൻട്രി എടുക്കുമ്പോൾ കൂടുതൽ എമൗണ്ട് ആണോ എൻട്രി എടുക്കേണ്ടത്? അല്ല, ചെറിയ ചെറിയ SIPs ആയിട്ട് മൾട്ടിപ്പിൾ സെക്ടറിൽ മൾട്ടിപ്പിൾ സ്റ്റോക്കിൽ എൻട്രി എടുക്കാൻ സാധിക്കുന്നതായിരിക്കും. ഈ ഒരു റീജിയനിൽ നമ്മൾ എൻട്രി എടുക്കുകയാണെങ്കിൽ അത് താഴോട്ടാണ് വരുന്നതെങ്കിൽ വീണ്ടും ഇവിടെ ലെവൽസ് ഞാൻ പ്ലോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇത് സിമ്പിളായിട്ട് പ്ലോട്ട് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അതിനുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ ഞാൻ ഓൾറെഡി എൻ്റെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയുള്ള ലെവൽസിലേക്ക് വരുവാണെങ്കിൽ നമുക്ക് ഓരോന്നായിട്ട് അല്ലെങ്കിൽ 1, 2, 3 ക്വാണ്ടിറ്റീസ് ആയിട്ട് വളരെ ക്യാപിറ്റൽ കുറഞ്ഞവരാണെങ്കിൽ പതിയെ ആവറേജ് ചെയ്യാം. പേഷ്യൻസോട് കൂടി ആവറേജ് ചെയ്യുവാണെങ്കിൽ വളരെ സിമ്പിളായിട്ട് മാർക്കറ്റിൽ നിന്ന് നമുക്ക് നല്ല റിട്ടേൺ അച്ചീവ് ചെയ്തെടുക്കാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഇനി നമുക്ക് നെക്സ്റ്റ് സ്റ്റോക്കാണ് നമ്മൾ ഹിന്ദുസ്ഥാൻ യൂണിലിവർ. ഇത് നിഫ്റ്റി 50 സ്റ്റോക്കാണ്. നമ്മൾ FMCGയിലെ നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന പ്രൊഡക്ട്സിൻ്റെ കമ്പനിയാണ്. അപ്പോൾ നമുക്ക് ലോങ് ടൈമിൽ നല്ലൊരു ബ്യൂട്ടിഫുള്ളായിട്ട് റിട്ടേൺ തന്ന കമ്പനിയാണ്. നമുക്ക് ഇവിടെയും ഒരു സോണ്, ഈ ഒരു റീജിയനിൽ നല്ല സപ്പോർട്ട് എടുത്ത സോണാണ്. അപ്പോൾ വീണ്ടും ആ ഒരു സോണിലേക്ക് എത്തിയിട്ടുണ്ട്. ഇതിനു മുമ്പും ഇങ്ങനെയുള്ള സോണിൽ പ്രൈസ് ആക്ഷൻസ് കാണാൻ സാധിച്ചിട്ടുണ്ട്. ഈ ഒരു സോണിൽ നമ്മൾ എൻട്രി എടുക്കുകയാണെങ്കിൽ ഇവിടെ നിന്നാണെങ്കിൽ നമുക്ക് ഒന്നുകിൽ ഷോർട്ട് ടൈമിൽ നമുക്ക് ഒരു 38%, 40% റിട്ടേൺ നമ്മുടെ മുമ്പിൽ കിടക്കുന്നുണ്ട്. അതല്ലെങ്കിൽ ലോങ് ടൈമിലേക്ക് ഹോൾഡ് ചെയ്യാം. ഹാഫ് ക്വാണ്ടിറ്റി വേണമെങ്കിൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് വീണ്ടും റൺ ചെയ്യിപ്പിക്കാം പ്രോഫിറ്റ്. അങ്ങനെ നമുക്ക് മൾട്ടിപ്പിൾ ഓപ്ഷൻസ് ഉണ്ട്. താഴോട്ട് വരുവാണെങ്കിൽ ഈ ഒരു റീജിയൻ നല്ലൊരു സോണാണ്. റെസിസ്റ്റൻസും എടുത്ത് സപ്പോർട്ടും എടുത്ത ഒരു സോണാണ്. ആ ഒരു സോണിലിട്ട് ആവറേജ് ചെയ്യാം. അപ്പം SL വേണമെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ഞാനൊരിക്കലും SL അപ്ലൈ ചെയ്യേണ്ടെന്ന് പറയില്ല. കൂടുതൽ ക്വാണ്ടിറ്റി ഇട്ടാണ് എൻട്രി എടുക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ SL അപ്ലൈ ചെയ്ത് തന്നെ പോവുക. അതല്ല, ഒരു മീഡിയം നമ്മുടെ പൊട്ടൻഷ്യൽ അനുസരിച്ച് SIP മാർഗ്ഗത്തിലൂടെ പതിയെ എമൗണ്ട് ഇട്ടാണ് പോകുന്നവർ എങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇതിൻ്റെ അകത്ത് SL ഇടാതെ തന്നെ വർക്കൗട്ട് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഒരിക്കലും ഒരു സ്റ്റോക്ക് തന്നെ മൾട്ടിപ്പിൾ ടൈം ഓരോ 2% അല്ലെങ്കിൽ 3% താഴോട്ട് വരുന്നതനുസരിച്ച് ഡെയിലി നോക്കിയിരുന്ന് ആവറേജ് ചെയ്യാതിരിക്കുക. കൂടുതൽ ക്യാപിറ്റൽ അതിൻ്റെ അകത്ത് തന്നെ ബ്ലോക്ക് ആയിപ്പോവും. ഇനി നമുക്ക് നമ്മുടെ ടാറ്റ മോട്ടോഴ്സ് വന്നിട്ടുണ്ട്. അപ്പം ഈ ഒരു സ്റ്റോക്ക് ഇത് നമ്മുടെ 2015-17 കാലഘട്ടത്തിൽ വളരെ ടോപ്പ് ഉണ്ടാക്കി നല്ലൊരു റെസിസ്റ്റൻസ് എടുത്ത റീജിയനാണ്. അത് വീണ്ടും ഈ ഒരു റീജിയനിൽ ബ്രേക്കൗട്ട് തന്ന് മുകളിലേക്ക് പോയി. അതിനുശേഷം 1200 എന്ന ഹൈ ക്രിയേറ്റ് ചെയ്തിട്ട് നമുക്ക് വളരെ വിലക്കുറവിലാണ് കിട്ടുന്നത്. ഇവിടെ നിന്ന് തിരിച്ച് ഇതൊരു ഷോർട്ട് പീരീഡിൽ ഒരു 1-2 വർഷത്തിനുള്ളിലാണെങ്കിലും എത്തിക്കഴിഞ്ഞാൽ 100% റിട്ടേൺ കിട്ടും. ഇതിൽ കൂടുതൽ റിട്ടേൺ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് തന്നെ മാർക്കറ്റിൽ നിന്ന് ഒരു പക്ഷേ ശരിയല്ല എന്ന് ഞാൻ വിചാരിക്കുന്നു, എൻ്റെ എക്സ്പീരിയൻസിൽ നിന്ന്. ഇനി അതല്ല, താഴോട്ടാണ് വരുന്നതെങ്കിൽ നമുക്ക് ഈ നല്ല ലെവലിൽ ഇട്ട് ആവറേജ് ചെയ്യാനും സാധിക്കും. തീർച്ചയായിട്ടും ഓർത്തിരിക്കുക, 20% മേളിലൊക്കെ CAGR നമുക്ക് ഇങ്ങനെയുള്ള മെത്തേഡിൽ നിന്ന് കിട്ടുവാണെങ്കിൽ നമ്മൾ എന്തിനാണ് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള മെത്തേഡ്സിലേക്ക് പോകുന്നത്? അത് തന്നെയാണ് നിങ്ങൾ ആലോചിക്കേണ്ട കാര്യം. ഇനി നിങ്ങൾക്ക് ആർക്കെങ്കിലും അപ്സ്റ്റോക്സിൻ്റെ അക്കൗണ്ട് ഓപ്പൺ ആക്കണമെങ്കിൽ അപ്സ്റ്റോക്സിൻ്റെ അക്കൗണ്ട് ഓപ്പൺ ആക്കാനുള്ള വീഡിയോ, അതുപോലെ തന്നെ ഫ്രീ ആയിട്ട് അപ്സ്റ്റോക്സ് അക്കൗണ്ട് ഓപ്പൺ ആക്കാനുള്ള ലിങ്ക് ഒരു ഡിസ്ക്രിപ്ഷനിലുണ്ട്. അത് കണ്ട് യൂസ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. ഇനി നമ്മുടെ അഡാനി പോർട്ട്, നമ്മുടെ പോർട്ടിലെ സർവീസസ് സെക്ടറിലെ ഒരു കമ്പനിയാണ്. നമുക്ക് ഈ ഒരു ലെവൽ ഇമ്പോർട്ടൻറ്റ് ലെവലാണ്, റെസിസ്റ്റൻസ് എടുത്ത ലെവലാണ്, വീണ്ടും ആ ഒരു റീജിയൻ സപ്പോർട്ടായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു ലെവലാണ്. ഇങ്ങനെയുള്ള റീജിയനിൽ എൻട്രി എടുത്തു കഴിഞ്ഞാൽ ഇവിടെയും 50% മേളിൽ പൊട്ടൻഷ്യൽ ഉണ്ട്. ഷോർട്ട് പീരീഡിൽ നമുക്ക് വേണമെങ്കിൽ താഴോട്ട് വരുവാണെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലെവൽസിലിട്ട് ആവറേജ് ചെയ്യാം. അപ്പം ഈ ഒരു ലെവലിൽ നിന്ന് അടുത്ത ലെവലിലേക്ക് പോകാൻ ഒരുപാട് സമയം എടുക്കും. ഒറ്റയടിക്കല്ല നമ്മൾ ആവറേജ് ചെയ്യുന്നത്. ആവറേജ് ചെയ്യേണ്ട ലെവൽസ് ഉണ്ട്. വളരെ സാവധാനത്തിലാണ് ആവറേജ് ചെയ്യേണ്ടത്. അതുപോലെ കൂടുതൽ എമൗണ്ട് ഇട്ട് ആവറേജ് ചെയ്യണമെന്നൊന്നുമില്ല. എൻട്രി എടുത്തതിനേക്കാളും വളരെ ചെറിയ എമൗണ്ട് ഇട്ട് കൊടുത്ത് ആ ഒരു കമ്പനീനെ നമുക്ക് റിപ്പയർ ചെയ്ത് വീണ്ടും റിക്കവറി ചെയ്ത് നമുക്ക് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. കാര്യങ്ങൾ മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പം
ക്വാളിറ്റിയുള്ള സാധനങ്ങൾ, ക്വാളിറ്റിയുള്ള കമ്പനികൾ നല്ല വാല്യുവേഷനിൽ എൻട്രി എടുത്തു കഴിഞ്ഞാൽ വളരെ വലിയ പ്രോഫിറ്റ് കിട്ടും. ഈ ഒരു റീജിയനിൽ നിന്ന് താഴോട്ട് വന്നു കഴിഞ്ഞാലും അവിടെ നിന്നാണെങ്കിലും നമുക്ക് റിട്ടേൺ കിട്ടുന്നത് അതിമനോഹരമായിട്ടുള്ള റിട്ടേൺ ആയിരിക്കും. അപ്പോൾ ഹാഫ് ക്വാണ്ടിറ്റി ബുക്ക് ചെയ്ത് ഹാഫ് ക്വാണ്ടിറ്റി റൺ ചെയ്യിപ്പിക്കുകയാണെങ്കിൽ അതാണ് ഏറ്റവും കുറച്ചും കൂടെ അഡ്വാൻസ് ആയിട്ടുള്ള മെത്തേഡ്. തീർച്ചയായിട്ടും വീഡിയോസ് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. വീഡിയോസ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ബാക്കിയുള്ളവരോട് ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു.